കരിപ്പൂർ എയർപോർട്ടിൽ യാത്രക്കാരന് ക്രൂരമർദ്ദനം. മലപ്പുറം വെള്ളുവമ്പ്രം സ്വദേശി റാഫിദിനാണ് മർദ്ദനമേറ്റത്. മാതാവിനോടൊപ്പം ഉംറ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ടോൾ ജീവനക്കാരൻ മർദ്ദിച്ചുവെന്നാണ് പരാതി. 30 മിനിറ്റിനുള്ളിൽ മടങ്ങിയിട്ടും 1 മണിക്കൂറിന്റെ ചാർജ് ഈടാക്കുന്നത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണമെന്ന് റാഫിദ് പറഞ്ഞു. 6 പേരടങ്ങുന്ന സംഘം ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. റാഫിദ് കൊണ്ടോട്ടി കുന്നുമ്മൽ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. അഷ്കർ അലി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ, സാധാരണ എയർപോർട്ടിലൊക്കെ ടോളിൽ ഇത്തരം പണം ഈടാക്കുന്നൊരു പതിവുണ്ട്. അത് 30 മിനിറ്റ് താമസിച്ചു, 1 മണിക്കൂറിന്റെ പണം ഈടാക്കി എന്നാണ് റാഫിദിന്റെ പരാതി. അപ്പോൾ റാഫിദിനെ അതിനുശേഷം എന്താ ചെയ്തത്? ഈ ടോൾ ജീവനക്കാർ വന്നടിക്കുകയായിരുന്നു. പൈസ കൊടുത്താൽ പോരെ, അല്ലെങ്കിൽ ഇത് കേസാക്കിയാൽ പോരെ? അരുൺ, ഇന്നലെ രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. റാഫിദും റാഫിൻ്റെ മാതാവും ഉംറ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു. അപ്പോൾ അവർ 27 മിനിറ്റ് കൊണ്ട് ഈ ടോൾ ഗേറ്റിലേക്ക് എത്തി. 27 മിനിറ്റിന് ടോൾ ഗേറ്റിൽ എത്തിയാൽ അരമണിക്കൂറിനുള്ള ചാർജാണ് സാധാരണ ഈടാക്കേണ്ടത്. 40 രൂപയാണ്. അവരുടെ ചാർജ് ഷീറ്റ് പ്രകാരം തന്നെ അങ്ങനെയാണ് എന്നാണ് റാഫിദ് പറയുന്നത്. ആ ചാർജ് ഷീറ്റ് റാഫിദ് പരിശോധിക്കുക, അത് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ 1 മണിക്കൂർ നിന്നതിൻ്റെ ചാർജ് ആവശ്യപ്പെട്ടപ്പോൾ അത് റാഫിദ് ചോദ്യം ചെയ്യുകയും അതിൻ്റെ പേരിൽ ഒരു വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ഇതിൽ പ്രകോപിതരായ 6ഓളം വരുന്ന ജീവനക്കാർ ഹിന്ദി സംസാരിക്കുന്ന ആളുകളാണ് എന്നാണ് റാഫി പറയുന്നത്. ഈ ആളുകൾ കൂട്ടമായി ചേർന്ന് റാഫിദിനെ മർദ്ദിച്ചു എന്നാണ് പരാതി. മർദ്ദനത്തിൽ റാഫിദിന് എന്തായാലും നല്ല മുറിവുകൾ ഏറ്റിട്ടുണ്ട്. അതിൽ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് അത് വ്യക്തമാവുന്നുണ്ട്. റാഫിദിൻ്റെ മുതുകിലും കൈകളിലും നമുക്ക് തന്നെ വലിയ തോതിൽ മുറിവുകളും ശക്തമായ ക്രൂരമായ മർദ്ദനമേറ്റതിൻ്റെ പാടുകളെല്ലാം തന്നെ റാഫിദിൻ്റെ ശരീരത്തിലുണ്ട്. ഈ ടോൾ പ്ലാസയ്ക്കെതിരെ വ്യാപകമായ പരാതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പലപ്പോഴും യാത്രക്കാരോട് മോശമായി പെരുമാറുന്നു എന്നുള്ള പരാതി വ്യാപകമായി തന്നെ കരിപ്പൂർ എയർപോർട്ടിൽ ടോൾ പ്ലാസയ്ക്കെതിരെ ഉണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ നടക്കുന്ന തട്ടിപ്പ് സമയത്തിൽ മാറ്റം വരുത്തി അവിടെയുള്ള യാത്രക്കാർക്ക് അനുവദിച്ചിരുന്ന സൗജന്യ സമയം വെട്ടിക്കുറച്ചുകൊണ്ട് പണം ഈടാക്കുന്നതിൻ്റെ തട്ടിപ്പ് അവിടുന്ന് കൊണ്ടോട്ടി MLA TV ഇബ്രാഹിം കൈയോടുകൂടെ പിടികൂടിയിരുന്നു. അത് റിപ്പോർട്ടർ അത് വാർത്തയാക്കുകയും ചെയ്തിരുന്നു. അതിന് വലിയ തോതിൽ ആളുകളുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാവുകയും ചെയ്തു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ യാത്രക്കാരുടെ മോശമായി പെരുമാറുന്നു എന്നുള്ള പരാതി വരുന്നത്. അതിനോടിപ്പോൾ മർദ്ദനം കൂടി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ റാഫിദ് തന്നെ പറയുന്നത്. സംഭവത്തിൽ റാഫിദ് പോലീസിൽ അവിടെയുള്ള എയ്ഡ് പോസ്റ്റിൽ തന്നെ പരാതി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആശുപത്രിയിൽ ചികിത്സ തേടി ഇൻറ്റിമേഷൻ വേണമെന്നുള്ള ആവശ്യം പോലീസ് ഉന്നയിച്ച് തുടർന്ന് കൊണ്ടോട്ടി കുന്നുമലിലുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ റാഫിദ് ചികിത്സ തേടുകയും അതിൻ്റെ ഇൻറ്റിമേഷൻ ഇപ്പോൾ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യുമെന്നാണ് ഇപ്പോൾ പോലീസും വ്യക്തമാക്കുന്നത്.